ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്? എന്നോടൊന്ന് പറയാമോ? അതെയല്ലേ, വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, സ്കൂളിലൊന്നും പോകാൻ പറ്റുന്നില്ല അല്ലേ? വീട്ടിലിരുന്ന് കുർബാന കാണുന്നില്ല നിങ്ങൾ ടി വിയിലൂടെയൊക്കെ? ഉണ്ടല്ലേ. ടീച്ചർ നിങ്ങൾ ദേവാലയത്തിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഓർപ്പിക്കട്ടെ. നിങ്ങൾ സാധാരണ പള്ളിയിൽ ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ഓരോരുത്തരായിട്ടൊന്ന് പറയാമോ? ചെരുപ്പഴിച്ചു വയ്ക്കും. എന്നിട്ടോ പള്ളിക്കുള്ളിൽ കയറി ഓടിപ്പോകുമോ? ഇല്ല അല്ലേ. നല്ല മക്കൾ എന്താ ചെയ്യാന്നറിയാമോ? അവർ വാതിൽക്കൽ തന്നെ നിന്നുകൊണ്ട് കൈകൾ കൂപ്പി സക്രാരിയിലെ ദൈവത്തെ കൈകൂപ്പി കുമ്പിട്ട് ആചാരം ചെയ്യും. അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നോ? നല്ല മക്കളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി ഇരുന്ന് അവിടെ നിന്ന് മുട്ടുകുത്തി നിൽക്കും. മുട്ടുകുത്തി നിന്നിട്ടോ കുരിശ് വരച്ച് നിങ്ങളുടെ നല്ല കൂട്ടുകാരനായ ദൈവത്തോട് പ്രാർത്ഥിക്കും. നിങ്ങളുടെ സന്തോഷങ്ങൾ അറിയിക്കും, നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ അറിയിക്കും. വിശുദ്ധ കുർബാനയുടെ സമയത്ത് മക്കൾ എങ്ങനെയാ ചെയ്യുക? കൈയൊക്കെ കൂപ്പി പിടിക്കുമല്ലേ. പിന്നെയോ ഉറക്കെ പാടുവോ? ഉറക്കെ പാടണം, പ്രാർത്ഥിക്കണം. ഇപ്പം നമ്മൾ 3 വർഷത്തോളമായിട്ട് വേദപാഠമൊക്കെ പഠിക്കുന്നതാ. കുർബാനയിൽ പങ്കെടുക്കുന്നു, പാട്ടുകളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഉറക്കെ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അല്ലാതെ അടുത്തിരിക്കുന്ന ആളെ തോണ്ടാനോ ചവിട്ടാനോ ഒന്നും പോണ്ട. നമ്മൾ പരിശുദ്ധമായ സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നല്ലോ, ഹോറബ് മലയിൽ വെച്ചിട്ട് ദൈവം മോശയോട് അരുളി ചെയ്യുന്നുണ്ട്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണെന്ന്. അതുപോലെ നമ്മുടെ ദേവാലയം ദൈവം വസിക്കുന്ന ഇടമാണ്, പരിശുദ്ധമാണ്. അവിടെ വളരെ ഭക്തിപൂർവ്വം നമ്മൾ ആയിരിക്കണം. അപ്പോൾ ഇനി വിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയിൽ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞുമക്കൾ ശ്രദ്ധിക്കുമോ? മിടുക്കരി പിള്ളേരാണ് കേട്ടോ. പ്രിയപ്പെട്ട മക്കളെ, കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് പഠിച്ചത്? 6-ാം പാഠം പഠിച്ചു അല്ലേ? അതിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായ ഭാഗമാണ് കാണാൻ പോകുന്നത്. കുഞ്ഞുമക്കളൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? വളരെ ഭക്തിപൂർവ്വമായിരിക്കണേ. പ്രാർത്ഥിക്കാൻ പോവാം നമ്മൾ. കൈകളൊക്കെ കൂപ്പിക്കുകയും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ പോവാം. പിതാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവ മാറ്റുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ഓക്കെ, എല്ലാവരും ഇരുന്നോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 6-ാം പാഠം പഠിച്ചു. പാഠത്തിൻ്റെ പേര് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവം. നമ്മൾ എന്തൊക്കെയായിരുന്നു അതിൻ്റെ തുടക്കത്തിൽ കണ്ടത്? ദൈവം ഒരാളെ വിളിക്കുന്നുണ്ട്. മോശയെ വിളിച്ചു അല്ലേ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി. മോശയ്ക്ക് സഹായിയായിട്ട് ഒരാളെ കൂടെ നൽകി, അത് തന്നെ അഹറോനെ നൽകി. അതിനുശേഷം അവർ ഈജിപ്തിലെത്തുന്നു. അവിടുത്തെ രാജാവിനെ കാണുകയാ. ആരായിരുന്നു അവിടുത്തെ രാജാവ്? ഫറവോ രാജാവ്. ഫറവോ രാജാവിനോട് ചോദിച്ചു, ഇസ്രായേൽ മക്കളെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന്. പക്ഷെ സാധിച്ചോ? ഇല്ലല്ലേ. പക്ഷേ ദൈവം അവരെ ഈജിപ്തുകാരെ ശിക്ഷിക്കുകയാണ്. നമ്മൾ കണ്ടില്ലേ വീഡിയോയിൽ? എത്ര ബാധകൾ അയച്ചു? 10 ബാധകളൊക്കെ അയച്ച് ഈജിപ്തുകാരെ ശിക്ഷിക്കുകയാണ്. അവസാനം ഫറവോയുടെ മനസ്സ് മാറി ഇസ്രായേൽക്കാരെ പുറത്തേക്ക് വിടുകയാണ്. അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് യാത്ര ആരംഭിക്കുകയാണ്. നമ്മൾ അവിടം വരെയാണ് കണ്ടതല്ലേ? അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ദൈവം അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവർ യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഏതൊക്കെ രൂപത്തിലാണ് ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്കറിയണ്ടേ? പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 21-22 വാക്യത്തിൽ അത് പറയുന്നുണ്ട്. അപ്പം ടീച്ചർ ബൈബിൾ വായിക്കുന്നതിനോടൊപ്പം കുഞ്ഞുമക്കളും ബൈബിൾ എടുത്ത് വായിക്കണേ. അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴി കാട്ടുവാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകുവാൻ ഒരു അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ
പോയിരുന്നു. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്ന് മാറിയില്ല. അപ്പോൾ എന്താണ് മക്കളെ നമ്മൾ കണ്ടത്? ദൈവം ഇസ്രായേൽ മക്കൾക്ക് വഴി കാട്ടുവാൻ വേണ്ടി പകല് മേഘസ്തംഭത്തിലും രാത്രി പ്രകാശം കാട്ടാൻ അഗ്നിസ്തംഭത്തിലും ദൈവമായിരിക്കുകയാണ്. ദൈവം അവരുടെ മുൻപിൽ തന്നെയുണ്ട്, അവർക്ക് വഴി കാണിക്കുവാൻ വേണ്ടി. ഇസ്രായേൽ ജനം അവിടുന്ന് പോയപ്പോൾ ഫറവോ ചിന്തിക്കുകയാണ്, നമ്മൾ എന്ത് മണ്ടത്തരമാണ് ചെയ്തത്? നമുക്ക് അടിമവേലകൾ ചെയ്തുകൊണ്ടിരുന്ന ഇസ്രായേൽക്കാരെ നാം പറഞ്ഞു വിട്ടിരിക്കുന്നു, അവരെ പിന്തുടർന്ന് പിടിക്കണം. വേഗം രഥങ്ങളും കുതിരപ്പടയാളികളും സജ്ജമാവുക, നമുക്ക് അവരുടെ പിറകെ പോകാമെന്ന് ഈജിപ്തിലെ രാജാവായ ഫറവോ പറയുകയാണ്. ആ സമയം നമ്മുടെ ഇസ്രായേൽക്കാര് മരുഭൂമിയിലൂടെ ഒത്തിരി നടന്നു നീങ്ങി. ഈജിപ്തുകാർ പുറകെ വരുന്നു എന്ന് കേട്ടപ്പോൾ ഇസ്രായേൽക്കാർക്ക് ഭയങ്കര ഒരു ഭയമായി. അവർ മോശയോട് പിറുപിറുക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടിയാണ് ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത്? ഈ മരുഭൂമിയിൽ കിടന്ന് ചാകാനാണോ ഞങ്ങളെ കൊണ്ടുവന്നത്? അവിടെ ഈജിപ്തിൽ കടന്ന് ഞങ്ങൾ ജോലി ചെയ്യുമേലായിരുന്നോ? ഇതൊക്കെ കേട്ട് മോശയ്ക്ക് സങ്കടമായി. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അപ്പോൾ പറയുകയാണ്, മോശേ, ഇസ്രായേൽ ജനം ഞാൻ ചെയ്യാൻ പോകുന്ന രക്ഷാകര ദൗത്യം തീർച്ചയായും കാണും. അങ്ങനെ ഈജിപ്തുകാർ പുറകിൽ വന്ന് നിൽക്കുന്നു. ഇസ്രായേൽക്കാരുടെ മുൻപിൽ ഒരു കടൽ നിൽക്കുകയാണ്. ആ കടലിൻ്റെ പേര് ഏതാണെന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ടീച്ചർ പറഞ്ഞു തരാം. ആ കടലിൻ്റെ പേരാണ് ചെങ്കടൽ. നമ്മളൊരു പാട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ചെങ്കടലിൽ നീ എന്നും പാത തെളിച്ചു, മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു. ആ പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ കടലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലെ വടിയെടുത്ത് കടലിന് നേരെ നീട്ടുക. കടലിന് നേരെ നീട്ടിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാവോ മക്കളെ? കടല് രണ്ടായിട്ട് മുറിയുകയാ, രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. വെള്ളം രണ്ടു വശത്തേക്ക് മാറി നിൽക്കുകയാ. നടുക്ക് ഒരു വരണ്ട ഭൂമി ഉണ്ടായി. ഇസ്രായേൽ മക്കള് ആ വരണ്ട ഭൂമിയിലൂടെ നടന്നു നീങ്ങുകയാ. രാത്രി മുഴുവൻ കിഴക്കൻ കാറ്റയച്ച് ദൈവം ആ വെള്ളത്തെ രണ്ടു വശത്തും ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുക. വലത്തും ഇടത്തുമായിട്ടൊരു മതിൽ പോലെ അത് നിൽക്കുകയാ. ഇസ്രായേൽ ജനം ഒരു കേടുപാടും വരാതെ മറുകര കടന്നു. പുറകെ ഈജിപ്തിൻ്റെ സൈന്യം കടലിലൂടെ വരികയാ. ദൈവം മോശയോട് എന്താ പറഞ്ഞെന്നറിയാമോ? ആ വടിയെടുത്ത് ആ കടലിന് നേരെ വീണ്ടും കാണിക്കാൻ. മോശ കടലിന് നേരെ വടി കാണിച്ചു. അപ്പോഴെന്ത് സംഭവിച്ചെന്നറിയാമോ? കടല് പഴയ പോലെയായി, പൂർവസ്ഥിതി പ്രാപിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു കാണും? ഈജിപ്തുകാരും മുഴുവനും അവരുടെ സൈന്യങ്ങളും മുഴുവനും കടലിൽ മുങ്ങിച്ചെത്തു. നോക്കിക്കേ, ദൈവം എത്ര കരുതലോടെ ഇസ്രായേലിനെ കൊണ്ട് നടക്കുന്നത്. അവര് മറുകര കടന്നു. ദൈവം ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സ്വന്തം ജനമാ. അവരെ സംരക്ഷിച്ച് കാത്തു പരിപാലിക്കുന്ന ദൈവം. ടീച്ചർ ഒരു കാര്യം പറയട്ടെ. ടീച്ചറിൻ്റെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാടിൻ്റെ ഒരു മലമടക്കിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുകയാണ്. രാത്രി സമയത്താണ് നടക്കുന്നത്. എല്ലാവരും കിടന്നുറങ്ങുകയാണ്. വലിയൊരു ഉരുൾപൊട്ടലുണ്ടായി. പക്ഷേ ദൈവം കാത്തു പരിപാലിക്കുകയാണ്. ഒരു മനുഷ്യന് പോലും ഒരു അപകടവും സംഭവിച്ചില്ല. ചില വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ടീച്ചറൊക്കെ അത് പോയി കണ്ടിരുന്നു. അപ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഉരുൾപൊട്ടി രണ്ട് വശത്തൂടെയും ഒഴുകുക. വലിയ പാറക്കഷ്ണങ്ങളും ചെളിയുമൊക്കെ. അതിൻ്റെ നടുക്കൊരു ചെറിയ വീടുണ്ട്. സത്യം പറഞ്ഞാൽ ആ വീടും നശിച്ചു പോകേണ്ടതാ. പക്ഷേ ആ വീട്ടിലുള്ളവരെ ദൈവം കാത്തു പരിപാലിച്ചു. ദൈവേഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു അത്. അവർക്ക് വീടിന് ചെറിയ കേടുപാടുകൾ പറ്റിയെങ്കിലും വീട്ടിലുള്ളവരെ ദൈവം കാത്തു പരിപാലിച്ചു. നോക്കിക്കേ, എത്ര വലിയ അപകടങ്ങളിൽ നിന്നാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കുന്നതെന്ന്. അതുപോലെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മയും ദൈവം കാത്തു പരിപാലിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ദൈവം മോശ വഴി അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അടയാളങ്ങൾ പ്രവർത്തിച്ചു. അവരെ കാത്തു പരിപാലിക്കുകയാണ്. എങ്ങോട്ടേക്കുള്ള യാത്രയിൽ? തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക്. അതുപോലെ തന്നെയാണ്
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങോട്ടാണ് ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്നത്? നമുക്ക് എവിടെ എത്തിച്ചേരണം മക്കളെ? സ്വർഗത്തിൽ എത്തിച്ചേരണം. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ദൈവം നമ്മെ കാത്തു പരിപാലിക്കുകയാണ്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമുക്ക് ഇപ്പോൾ ചെങ്കടൽ കഴിഞ്ഞ അനുഭവം കണ്ടോ? ആ ചെങ്കടൽ അനുഭവം കാണാൻ കൊതിയാവുന്നില്ലേ നിങ്ങൾക്ക്? നമുക്കൊരു വീഡിയോയിലൂടെ അത് കാണാം. ഒത്തിരി വലിയൊരു അത്ഭുതം അല്ലേ? കുഞ്ഞുമക്കൾ ആ വീഡിയോ വളരെ ആകാംക്ഷപൂർവ്വം ഒന്ന് കാണണേ. ഞാനൊരു വിഡ്ഢിയാണ്. ഞാൻ അവരെ പോകാൻ അനുവദിക്കരുതായിരുന്നു. അവരെ തിരിച്ചു കൊണ്ടുവരൂ. എനിക്കെല്ലാവരെയും വേണം. പക്ഷേ മോശയോ? എനിക്കവന്റെ ശവം വേണം. കൊല്ലവനെ. മോശയെ കൊല്ലൂ. കുതിരയെ തയ്യാറാക്കൂ. നമ്മളിപ്പോൾ പുറപ്പെടുന്നു. ഫറവോൻ നമ്മളെയെല്ലാം കൊല്ലാൻ വരുന്നുണ്ട്. നിനക്കിപ്പോൾ സന്തോഷമായോ? ഞങ്ങളെ കൊല്ലാനാണോ നീ കൂട്ടിക്കൊണ്ടു വന്നത്? അവിടെയാണെങ്കിൽ ജീവിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. നീ ഞങ്ങളെ ഇപ്പോൾ കൊല്ലിക്കുക തന്നെ ചെയ്യും. നീ ഇന്ന് മരിക്കാൻ പോവുകയാണ് മോശെ. അവരെ കൊല്ലൂ. എല്ലാവരെയും കൊല്ലൂ. മോശേ, നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. ഫറവോൻ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ആരും ഭയപ്പെടേണ്ട. ദൈവം നമ്മുടെ ഭാഗത്തുണ്ട്. നമ്മെ ഉപദ്രവിക്കുവാൻ അവൻ ആരെയും അനുവദിക്കുകയില്ല. പക്ഷെ നമ്മളിവിടെ പെട്ടിരിക്കുകയാണ്. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? സഹായിക്കൂ ദൈവമേ. അതൊരത്ഭുതമായിരുന്നു. ദൈവം കടലിൽ വേർതിരിച്ചു. മോശയ്ക്കും അയാളുടെ ആൾക്കാർക്കും കടന്നു പോകാനായി. പ്രഭു, അങ്ങത് കണ്ടോ? താമസിക്കണ്ട. നമുക്കും കടൽ കടന്ന് മറുകര വെച്ച് അവരെ പിടികൂടാം. ഈജിപ്തുകാർ ഹെബ്രായരെ പിന്തുടർന്ന് കടലിലേക്ക് ഇറങ്ങി. എന്നാൽ ഹെബ്രായരെല്ലാം മറുകരയെത്തിയപ്പോൾ ദൈവം വെള്ളം വീണ്ടും കൂട്ടിച്ചേർത്തു. വെള്ളം കൂട്ടിച്ചേർത്ത് എല്ലാ ഭടന്മാരെയും മുക്കിക്കൊന്നു. ദൈവമേ, നിന്നെപ്പോലെ വേറെ ആരുമില്ല. നിന്റെ തിരഞ്ഞെടുത്ത ജനങ്ങളെ നീ സംരക്ഷിച്ചു. നീ ഞങ്ങളെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ചു. മോശെ, നീയാണ് ഞങ്ങളെ രക്ഷിച്ചത്. വളരെ നന്ദി. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കുകയായിരുന്നു. നമുക്കിനിയും ഒത്തിരി ദൂരം പോകാനുണ്ട്. വരൂ, നമുക്ക് പോകാം നമ്മുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക്. കുഞ്ഞുമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന് എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കണം. നമുക്ക് എന്തോരം അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നിട്ടും ദൈവം നമ്മെ കാത്തു പരിപാലിക്കുന്നില്ലേ? കുഞ്ഞുമക്കൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒന്ന് ഫ്രീ ആയിട്ടിരുന്നേ. നമുക്ക് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാലോ? ഇസ്രായേലിനെ കാത്തു പരിപാലിച്ച ദൈവമേ, ഞങ്ങളുടെ ജീവിതയാത്രയിലും ഞങ്ങളെ നിരന്തരം കാത്തു പരിപാലിക്കണമേ. ഈ ജീവിതയാത്രയിലൂടെ സ്വർഗത്തിൽ എത്തിച്ചേരുവാനും അങ്ങേ കണ്ട് ആനന്ദിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടവരുത്തണമേ. ഓക്കെ, അപ്പോൾ കുഞ്ഞുമക്കളെ, ഈ 2 ഭാഗങ്ങളിലൂടെ നമ്മൾ ഈ പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് കണ്ടത്? ദൈവം മോശയെ വിളിക്കുന്നത് കണ്ടല്ലേ? ഏത് മലയിൽ വെച്ചാണ് മോശയെ വിളിച്ചത്? ഹോറബ് മലയിൽ വെച്ച്. അവിടെ നിന്നും ദൈവം ഇസ്രായേൽക്കാരെ രക്ഷിക്കുവാൻ വേണ്ടി ഈജിപ്തിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞു വിടുകയാ. അദ്ദേഹത്തിന് കൂട്ടുകാരനായി ആരെ നൽകി? അഹറോനെ നൽകി. അവരിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഫറവോയുടെ അടുത്ത് ചെന്നു അല്ലേ? ദൈവം ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്നും എവിടേക്കാണ് നയിക്കുന്നത്? കാനാൻ ദേശത്തേക്ക്. കാനാൻ ദേശത്തേക്ക് പോകുന്ന വഴി
അവരൊരു വലിയ കടൽ കടന്നു. ദൈവ അത്ഭുതത്തിലൂടെ. ഏതായിരുന്നു ആ കടല്? ചെങ്കടൽ അല്ലേ? അങ്ങനെ ദൈവം കാത്തു സംരക്ഷിച്ചു. കുഞ്ഞുമക്കള് ഈ പാഠവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടുകൂടി പഠിച്ചാലോ? നമ്മൾ കണ്ട അനുഭവം അല്ലേ? എന്തൊക്കെ കണ്ടു? ഈജിപ്തിലെ ദൈവം രക്ഷിക്കുന്ന ഇസ്രായേൽ ജനത്തെ കണ്ടു, അതുപോലെ ചെങ്കടൽ കടക്കുന്ന ഇസ്രായേൽ ജനത്തെ കണ്ടു. അപ്പോൾ ഒരു പാട്ടിലൂടെ നമുക്കതൊന്ന് കണ്ടാലോ? പേജ് നമ്പർ 31 ആ പാട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ പാട്ടാണ്. അപ്പം വീഡിയോയിലൊപ്പം നിങ്ങളും ആ പാട്ട് കൂടെ പാടണം. തയ്യാറാണോ? ഓക്കെ. ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കടത്തിയ ദൈവമല്ലോ നമ്മുടെ താതനെന്നും. ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കടത്തിയ ദൈവമല്ലോ നമ്മുടെ താതനെന്നും. പാലിക്കും നമ്മയും ഈ ലോകയാത്രയിൽ സ്വർഗീയ ഗേഹത്തിലെത്തുവോളം. പാലിക്കും നമ്മയും ഈ ലോകയാത്രയിൽ സ്വർഗീയ ഗേഹത്തിലെത്തുവോളം. ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കടത്തിയ ദൈവമല്ലോ നമ്മുടെ താതനെന്നും. ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കടത്തിയ ദൈവമല്ലോ നമ്മുടെ താതനെന്നും. ദൈവമല്ലോ നമ്മുടെ താതനെന്നും. ദൈവമല്ലോ നമ്മുടെ താതനെന്നും. പാട്ടൊക്കെ കണ്ട് നിങ്ങൾ ഉഷാറായിട്ടിരിക്കുകയല്ലേ? ഇനി നമ്മൾ കുറച്ച് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം 15 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. വായിച്ചിട്ട് 2 പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പെൻസിൽ ഉപയോഗിച്ച് എഴുതണം. പിന്നെ ബൈബിൾ നോക്കി പൂരിപ്പിക്കുക എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണത്? പുറപ്പാട് പുസ്തകം 14 അധ്യായം 21 വാക്യമാണത്. ബൈബിൾ നോക്കി ആ വിട്ടുപോയ ഭാഗങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പൂരിപ്പിക്കണം. അതുകൂടാതെ ഒരു പദപ്രശ്നം കൂടി തന്നിട്ടുണ്ട്. പദപ്രശ്നമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമല്ലേ? ഇവിടെ 16 കോളങ്ങളിൽ നിങ്ങൾക്ക് കുറേ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. അവ കൂട്ടി യോജിപ്പിച്ച് അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. അതിനുള്ള ചോദ്യം ടീച്ചർ പറഞ്ഞു തരാം. ദൈവം ഇസ്രായേൽക്കാർക്ക് വാഗ്ദാനം ചെയ്ത ദേശത്തിൻ്റെ പേരെന്ത്? ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയല്ലേ? ആ ഉത്തരവും അവിടെ എഴുതണം. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ പാഠഭാഗം എല്ലാം പഠിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ബോധ്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നോടൊന്ന് പറയാമോ? എന്താണ്? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമായ ഇസ്രായേലിനെ ദൈവം നയിച്ചതുപോലെ നമ്മളും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. ദൈവം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ കാത്തു സംരക്ഷിക്കും അല്ലേ? പിന്നെ എന്താണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് പറയാമോ? നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടായാലും പ്രയാസങ്ങളൊക്കെ ഉണ്ടായാലും നമ്മൾ പ്രത്യാശ കൈവിടാതെ ദൈവത്തോട് കരഞ്ഞു വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. പിന്നെ ടീച്ചർ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. അതെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് സാധാരണഗതിയിൽ പ്രാർത്ഥിക്കാറുള്ളത്? ദൈവമേ എന്നെ കാത്തുകൊള്ളണേ, എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒരാപത്തും വരുത്തരുതേ, അങ്ങനെയൊക്കെയല്ലേ പ്രാർത്ഥിക്കാറുള്ളത്? ടീച്ചർ പറയുകയാണ്, അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനേക്കാളും നല്ലത് എങ്ങനെയാ? ദൈവമേ ഞങ്ങളെ എല്ലാവരെയും കാത്തുകൊള്ളണമേ, എല്ലാ മക്കൾക്കും വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ. മറ്റുള്ളവർക്ക് കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്കും നമുക്കും ദൈവം അനുഗ്രഹങ്ങൾ നൽകും. പിന്നെ എപ്പോഴും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മൾ ജനിച്ച് ഈ സമയം വരെ നമ്മളെ ഒരാപത്തും കൂടാതെ ദൈവം കാത്തുരക്ഷിച്ചില്ലേ? എപ്പോഴും നന്ദി പറയുന്ന മക്കളായിട്ട് നമ്മൾ ജീവിക്കണം. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് പഠിക്കുവാൻ തരുന്ന ബൈബിള് ഒരു വാക്യമല്ല, ഒരു 91 സങ്കീർത്തന ഭാഗമാണ്. ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ചിലരൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. 91 സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് തന്നെ എന്താണ്? കർത്താവിൻ്റെ സംരക്ഷണം. അപ്പോൾ കുഞ്ഞുമക്കൾ എല്ലാ ദിവസവും രാവിലെ ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇനി കുറച്ച് ദിവസത്തേന് ഈ കർത്താവിൻ്റെ സംരക്ഷണം എന്ന ഭാഗം വായിക്കണം. കുറേ ദിവസങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക്
അത് മനഃപ്പാഠമാക്കാൻ പറ്റും. മനസ്സിലാക്കി വായിക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക്, വീടുകളിലായിരിക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്കിത് ഇടയ്ക്ക് മനസ്സിൽ ചെല്ലാൻ സാധിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും 91 സങ്കീർത്തനം വായിക്കണം. പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ പറഞ്ഞു കേൾപ്പിക്കണം. എല്ലാവരും അതിന് തയ്യാറാണോ? കർത്താവിൻ്റെ സംരക്ഷണം എന്നാണ് അതിൻ്റെ തലക്കെട്ട്. കർത്താവിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്നു പറയും. അങ്ങനെ അങ്ങ് തുടർന്ന് പോവുകയാണ്. വളരെ മനോഹരമായൊരു സങ്കീർത്തനമാണ്. നമ്മളത് വായിക്കുകയും നമ്മളത് ചൊല്ലുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ സംരക്ഷണം അനുഭവിക്കാൻ പറ്റും. മക്കളെ, തീർച്ചയായിട്ടും നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കണം. ബൈബിൾ പറഞ്ഞ ഭാഗം ഏതാണ്? 14-ാം അധ്യായം അല്ലേ? അത് വായിച്ചിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. കൂടാതെ ഈ 91 സങ്കീർത്തനം നന്നായിട്ട് വായിക്കണം. അപ്പോൾ കുഞ്ഞുമക്കൾ ഏത് അപകടം വന്നാലും, ഏത് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വന്നാലും നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലേ? ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മളെ കാത്ത് സംരക്ഷിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സംരക്ഷണം എല്ലാ കുഞ്ഞുമക്കൾക്കും എപ്പോഴും ഉണ്ടാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൈകൾ തട്ടി തട്ടി യേശുവിനായി പാടാം, കുഞ്ഞിക്കാലുകൾ തുള്ളി തുള്ളി യേശുവിന്റെ പോകാം. കുഞ്ഞിക്കൈകൾ തട്ടി തട്ടി യേശുവിനായി